गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം 22-ാമത്തെ അധ്യായം. ഋതുമഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 48 മുതൽ 52 വരെ വായിക്കാം. മൈത്രേയ ഉവാച താ ആത്മയോഗപദയ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്ത ഖേഭൂൻവിശതാം നൃണാം വൈന്യസ്തു ദുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമാമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ കർമാണി ച യഥാ കാലം യഥാ ദേശം യഥാ ബലം യഥോചിതം യഥാ വിത്തം അകരോത് ബ്രഹ്മസാത്കൃതം ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗാ സമാഹിതഃ കർമാധ്യക്ഷം ച മന്യാന ആത്മാനം പ്രകൃതേ പരം ഗൃഹേഷു വർത്തമാനോപി സസാമ്രാജ്യശ്രിയാന്വിതഃ ന സജ്ജതേന്ദ്രിയാർത്ഥേഷു നിർഹമ്മതിരർക്കവത്. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 22. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 48. മൈത്രേയ ഉവാച ത ആത്മയോഗപദയ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്ധ ഖേ അഭുവന്മിഷതാം നൃണാം. വിവർത്തനം. മൈത്രേയ മഹർഷി തുടർന്നു. പൃഥു മഹാരാജാവിനാൽ അപ്രകാരം ആരാധിക്കപ്പെട്ട ഭക്തിയുത സേവനത്തിന്റെ ഗുരുക്കന്മാരായ 4 കുമാരന്മാരും വളരെ സന്തുഷ്ടരായി. ആകാശത്തിൽ പ്രത്യക്ഷരാവുകയും രാജാവിന്റെ സ്വഭാവത്തെ പ്രകീർത്തിക്കുകയും ചെയ്ത അവരെ എല്ലാവരും നിരീക്ഷിച്ചു. ശ്ലോകം 49. വൈന്യസ്തു ദുര്യോ മഹതാം സംസ്ഥിത്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിത. വിവർത്തനം. പൃഥു മഹാരാജാവ് ആത്മീയ ഉണർവിനോട് ബന്ധപ്പെട്ട അവന്റെ ഉറച്ച പദവിയുടെ ബലത്താൽ മഹത് വ്യക്തിത്വങ്ങൾക്കിടയിൽ പ്രമുഖനായി. ആത്മീയാഗ്രാഹ്യത്തിൽ സർവ വിജയങ്ങളും കൈവരിച്ച ഒരുവനെ പോലെ അവൻ സംതൃപ്തിയോട് നിലനിന്നു. ശ്ലോകം 50. കർമാണി ച യഥാ കാലം യഥാ ദേശം യഥാ ബലം യഥോചിതം യഥാ വിത്തം അകരോത് ബ്രഹ്മസാത്കൃതം. വിവർത്തനം.
ആത്മസംതൃപ്തനായ പൃഥുമഹാരാജാവ് അവന്റെ കർത്തവ്യങ്ങൾ സമയത്തിനും സ്വന്തം ശക്തിക്കും സാഹചര്യത്തിനും സാമ്പത്തിക സ്ഥിതിക്കുമനുസരിച്ച് പരമാവധി പരിപൂർണമായി നിർവഹിച്ചു. പരമസത്യത്തെ സംതൃപ്തനാക്കുക എന്നത് മാത്രമായിരുന്നു അവന്റെ എല്ലാ കർമ്മങ്ങളുടെയും ഏക ലക്ഷ്യം. ആ നിലയിൽ അവൻ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചു. ശ്ലോകം 51. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷങ്കാ സമാഹിത കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേ പരം. വിവർത്തനം. പൃഥുമഹാരാജാവ് ഭൗതിക പ്രകൃതിക്ക് അതീന്ദ്രിയമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ശാശ്വത സേവകനെന്ന നിലയിൽ സമ്പൂർണമായി ആത്മസമർപ്പണം ചെയ്തു. തത്ഫലമായി അവന്റെ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം ഭഗവാന് സമർപ്പിതമാവുകയും അവൻ സദാ സകലതിന്റെയും ഉടമയായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ ദാസനായി സ്വയം കരുതുകയും ചെയ്തു. ശ്ലോകം 52. ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യശ്രിയാന്വിത ന സജേന്ദ്രിയർത്ഥേഷു നിഅഹം മതിരർഘവത്. വിവർത്തനം. തന്റെ സമഗ്ര സാമ്രാജ്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയാൽ വളരെ ഐശ്വര്യവാനായിരുന്ന പൃഥുമഹാരാജാവ് ഒരു ഗൃഹസ്ഥനെന്ന നിലയിൽ ഗൃഹത്തിൽ തുടർന്നു. തന്റെ ഐശ്വര്യങ്ങൾ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം ഏതൊരു പരിതസ്ഥിതിയിലും യാതൊന്നിനാലും ബാധിക്കപ്പെടാത്ത സൂര്യനെ പോലെ അനാസക്തനായി നിലകൊണ്ടു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. സനത്കുമാരൻ പൂർണ്ണമായിട്ടും ഭഗവാൻ വാസുദേവന്റെ സേവനത്തിൽ മുഴുകുന്നതിനായിട്ട് പൃഥുമഹാരാജാവിനെ ഉപദേശിച്ചു. ഭജ വാസുദേവം, വാസുദേവനെ ഭജിക്കുക. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം. എല്ലാവിധത്തിലും ഭഗവാൻ വാസുദേവന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ച് ഭഗവാനെ ഭജിക്കുക. അങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള സാഗരത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. ഭൗതിക സാഗരത്തിൽ നിന്നും ഒരു ജീവനെ പുറത്തു കടക്കാൻ സഹായിക്കുന്ന ഒരു വഞ്ചിയാണ് ഭഗവാന്റെ പാദങ്ങൾ. ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ പ്രയാസമാണെങ്കിലും ഭഗവാന്റെ പാദപങ്കജങ്ങളെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ഭക്തന് വളരെ നിഷ്പ്രയാസം ഈ ഭൗതിക സാഗരത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും എന്നവർ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്ത് പൃഥുമഹാരാജാവ് വളരെ ആരാധനാപൂർവം കൃതജ്ഞതാപൂർവം സനകാദി മഹർഷിമാരോട് സംസാരിച്ചു. അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി. തന്റെ സർവസ്വവും പൃഥുമഹാരാജാവ് സനത്കുമാരന്മാർക്ക് സമർപ്പിച്ചു. തന്റെ രാജ്യവും കൊട്ടാരവും സമ്പത്തും ഖജനാവും തന്റെ പദവിയും എല്ലാം പൃഥുമഹാരാജാവ് സനത്കുമാരന്മാർക്ക് സമർപ്പിച്ചു. കാരണം അതെല്ലാം യഥാർത്ഥത്തിൽ അവരുടേതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥർ ബ്രഹ്മാവ് അവർക്ക് നൽകിയിട്ടുള്ളതാണ് ഈ ലോകം. അവരുടെ കാരുണ്യം കൊണ്ടാണ് തനിക്കതെല്ലാം ലഭിച്ചത് എന്ന് പൃഥുമഹാരാജാവിന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. അതുകൊണ്ട് തനിക്കുള്ളതെല്ലാം പൃഥുമഹാരാജാവ് അവർക്ക് സമർപ്പിച്ചു. അതിനുശേഷം പൃഥുമഹാരാജാവ് പറഞ്ഞു, ഞാൻ ഈ സമർപ്പിച്ചത് കൊണ്ടൊന്നും നിങ്ങൾ ഉപദേശിച്ചിട്ടുള്ള, നിങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള ആത്മജ്ഞാനത്തിന് പകരമാകുന്നില്ല. അതിനിതൊന്നും പകരമാകുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ പാദസേവനം ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കൂ എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവരെ പൂർണ്ണമായിട്ടും ആരാധിച്ചു. അപ്പോൾ പൃഥുമഹാരാജാവിന്റെ വാക്കുകൾ കേട്ട സമയത്ത് കുമാരന്മാർക്കും വലിയ സന്തോഷമായി. പൃഥുമഹാരാജാവിന്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണ മനോഭാവം അവരെ തൃപ്തിപ്പെടുത്തി. അവർ രാജാവിനെ അനുഗ്രഹിച്ചു. അവർ തിരിച്ചു പോകാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. സനത്കുമാരന്മാർ ആകാശത്തിലേക്ക് ഉയർന്നു. അവർ ആകാശത്തിലേക്ക് ഉയർന്നത് എല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവരെ കാണാൻ സാധിക്കുമായിരുന്നു. പൃഥുമഹാരാജാവിന്റെ കാരുണ്യം കൊണ്ട് സനത്കുമാരന്മാരെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അവര് ആകാശത്തിലേക്ക് ഉയരുകയും പൃഥുമഹാരാജാവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയും പൃഥുമഹാരാജാവിനെ പ്രശംസിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അവർക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മറ്റു വാഹനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം അവര് സിദ്ധന്മാരാണ്. അവരുടെ യോഗസിദ്ധി കൊണ്ട് അവർക്ക് ആകാശത്തിലൂടെ
എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ച് ആകാശത്തിലൂടെ സഞ്ചരിച്ചു പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം പൃഥു മഹാരാജാവ് ആത്മീയമായിട്ട് കൂടുതൽ ഉണർത്തപ്പെട്ടു, രാജ്യഭരണത്തിൽ കൂടുതൽ തികവുറ്റ വ്യക്തിയായിട്ട് മാറി. പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് പ്രശംസിക്കപ്പെട്ടു. അദ്ദേഹം ഒരു പ്രമുഖനായിട്ടുള്ള, പ്രപഞ്ചത്തിലെ പ്രമുഖ വ്യക്തിയായിട്ട് മാറി എന്നാണ് പറയുന്നത്. മാത്രമല്ല പൃഥു മഹാരാജാവിന് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള സംതൃപ്തി ലഭിച്ചു എന്ന് പറയും. ഭഗവാന്റെ സേവനത്തിൽ കൂടുതൽ മുഴുകിയതോടുകൂടി പൃഥു മഹാരാജാവിന് പൂർണ്ണമായിട്ടും ആത്മസംതൃപ്തി ലഭിച്ചു. അപ്തകാമ നിവാത്മാന മേന ആത്മന്യവസ്ഥിത, പൂർണ്ണമായിട്ടും ആത്മീയ സംതൃപ്തി അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് ആത്മീയമായിട്ട് സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമാധാനം, സംതൃപ്തി, സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തു നോക്കുന്നു. പക്ഷെ ഒന്നിലും അവർക്ക് സംതൃപ്തി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്നില്ല. കാരണം അതിലൊന്നും യഥാർത്ഥത്തിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിന് സമാധാനം ലഭിക്കുകയുള്ളൂ. കാരണം എന്താണ്? ഭഗവാനാണ് ഏറ്റവും സംതൃപ്തനായിട്ടുള്ള വ്യക്തി, ആത്മാരാമൻ. ഭഗവാന് സംതൃപ്തിക്ക് വേണ്ടി വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. ഭഗവാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ്. ആ പൂർണ്ണ തൃപ്തനായിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഭഗവാനിൽ നിന്നും ആ സംതൃപ്തി ലഭിക്കുകയുള്ളൂ, ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. മത് പ്രസാദാത് തരിഷ്യസി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു. അപ്പോൾ പൂർണ്ണതൃപ്തനായിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മസംതൃപ്തി, മനസ്സിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരിക്കലും ഒരു വ്യക്തിക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. അപ്പോൾ പൃഥു മഹാരാജാവ് പൂർണ്ണമായിട്ടും ഭഗവാനെ സേവിക്കുന്നതിലൂടെ പൂർണ്ണമായിട്ടുള്ള ആത്മസംതൃപ്തി അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ അത് ചെയ്യും എന്ന് ഭഗവത്ഗീതയിലും വിശദീകരിക്കുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ ആ ഒരു ശ്ലോകം എടുത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം, മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാനി അഭി. മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികൾ ഭഗവാന്റെ ആത്മീയ പ്രകൃതിയെ ശരണം പ്രാപിക്കുന്നു. ദൈവീം പ്രകൃതി ആശ്രിത, ആത്മീയ പ്രകൃതിയെ ശരണം പ്രാപിച്ചവർക്കാണ് നിരന്തരമായിട്ട് ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും. ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദി അഭ്യ. അങ്ങനെ അവർ പൂർണ്ണമായിട്ടും സംതൃപ്തി കൈവരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആത്മീയ പ്രകൃതിയെ ശരണം പ്രാപിക്കുന്നത്? ഭഗവാന്റെ നാമജപത്തിലൂടെ ആത്മീയ പ്രകൃതിയെ ശരണം പ്രാപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നതിലൂടെ നമുക്ക് ആത്മീയ പ്രകൃതിയെ ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെ ആശ്രയിച്ചവർക്ക് ഭഗവാന്റെ സേവനത്തിൽ നിരന്തരമായിട്ട് മുഴുകാനും സാധിക്കും. അങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്നതിലൂടെ ആത്മസംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൃഥു മഹാരാജാവ് തന്നാൽ ആവുന്ന വിധത്തിലെല്ലാം ഭഗവാന്റെ സേവനം ചെയ്തു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കർമാണി ച യഥാകാലം യഥാദേശം യഥാബലം യഥോചിതം യഥാവിത്തം അകരോത് ബ്രഹ്മസാത്കൃതം. തന്റെ കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പണമായിട്ട് അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. യഥാകാലം, കാലത്തിനനുസരിച്ച്, യഥാദേശം, ദേശത്തിനനുസരിച്ച്, യഥാബലം, തന്റെ ശക്തിക്കനുസരിച്ച്, യഥോചിതം, സാഹചര്യം അനുസരിച്ച്, യഥാവിത്തം, തന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, എല്ലാവിധത്തിലും കഴിയുന്ന രീതിയിലെല്ലാം ഭഗവാന്റെ സേവനത്തിൽ അദ്ദേഹം മുഴുകി എന്ന് പറയുന്നു. ആ ഭഗവാന്റെ സേവനം ചെയ്യുകയും അതിന്റെ ഫലം ഭഗവാന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയും ചെയ്തു. എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു രാജാവ് എന്ന നിലയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും
അതിന്റെ ഫലമെല്ലാം പൃഥു മഹാരാജാവ് ഭഗവാന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഫലം ബ്രഹ്മണി വിന്യസ്യ, അതിന്റെ ഫലം കർമ്മഫലം മുഴുവൻ ഭഗവാന്റെ സേവനത്തിനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിശങ്ക സമാഹിത കർമാധ്യക്ഷം ച മന്നാന ആത്മാനം പ്രകൃതേപരം. എല്ലാ കർമ്മങ്ങളുടെയും അധ്യക്ഷൻ, അതിന്റെ ഭോക്താവ്, അതെല്ലാം നോക്കിക്കാണുന്നവൻ ഭഗവാനാണ്. കർമാധ്യക്ഷം, ഭഗവാനാണ് എല്ലാ കർമ്മങ്ങളുടെയും നിയന്താവ് എന്ന പൂർണ്ണ ബോധ്യത്തിൽ പൃഥു മഹാരാജാവ് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്റെ എല്ലാ കർമ്മങ്ങളും എങ്ങനെ ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പൃഥു മഹാരാജാവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അംബരീഷ മഹാരാജാവും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അംബരീഷ മഹാരാജാവും തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും സാധ്യമാണ് എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഇന്നത്തെ കാലത്തും നമ്മൾക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നവവിധ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിലും ശ്രവണം, കീർത്തനം, സ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള നവവിധ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ഭഗവാന്റെ സേവനമായിട്ട് ബന്ധിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, ബന്ധപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കർമ്മഫലങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിന് സന്യാസമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കർമ്മഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് തന്നെ സന്യാസമാണ്. ഭഗവത്ഗീതയിൽ നിന്നുള്ള ശ്ലോകം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിലാണ് 2-ാമത്തെ ശ്ലോകം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ. കർമ്മഫലങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് സന്യാസം. പിന്നെ വേറെ പ്രത്യേകിച്ച് സന്യാസം എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ സേവനത്തിലേക്ക്, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്, ഭഗവാനെ കീർത്തിക്കുന്നതിന്, ഭഗവാനെ സ്മരിക്കുന്നതിന്, ഭഗവാനെ പാദസേവനം ചെയ്യുന്നതിന്, ഭഗവാൻ അർച്ചനകൾ ചെയ്യുന്നതിന്, ഭഗവാനെ വന്ദിക്കുന്നതിന്, ഭഗവാന്റെ ദാസനായിട്ട് വർത്തിക്കുന്നതിന്, ഭഗവാന്റെ സുഹൃത്തായിട്ട് പ്രവർത്തിക്കുന്നതിന്, ഭഗവാൻ എല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി നവവിധ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലം ത്യജിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഗൃഹസ്ഥന്മാർക്കും സന്യാസിയെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നവവിധ ഭക്തിയിലൂടെ. അതുപോലെ തന്നെ പൃഥു മഹാരാജാവ് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം അപ്പോഴും സന്യാസം എടുത്തില്ല. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്നെ ഇരുന്നു. ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യശ്രീയാനിത. അദ്ദേഹം രാജ്യം ഭരിക്കുകയും കൊട്ടാരത്തിൽ ഇരിക്കുകയും ചെയ്തു. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന്റെ കർമ്മഫലത്തിൽ അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഭൗതികമായിട്ട് നേടണം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. ഭഗവാനെ തൃപ്തനാക്കണം, ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ ഭൗതിക സാഹചര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. രാജാവായിട്ട് രാജകൊട്ടാരത്തിലിരുന്നു, എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. പക്ഷെ അത്തരം ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ നിരഹം പതിർ അർക്കവത്, സൂര്യനെ പോലെ. സൂര്യൻ ആകാശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കാർമേഘങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മാറുന്ന സാഹചര്യമൊന്നും യഥാർത്ഥത്തിൽ സൂര്യനെ ബാധിക്കുന്നില്ല. അതേപോലെ എല്ലാ ഭൗതിക സൗകര്യത്തിനിടയിലും പൂർണ്ണമായിട്ടും ആത്മീയ ബോധത്തിൽ ഭഗവാന്റെ ചിന്തയിൽ പൃഥു മഹാരാജാവ് ഇരുന്നു. ഭൗതികമായിട്ടുള്ള സാഹചര്യമൊന്നും പൃഥു മഹാരാജാവിനെ ബാധിച്ചില്ല എന്നാണ് പറയുന്നത്. നവവിധ ഭക്തിയിലൂടെ പൃഥു മഹാരാജാവ് പൂർണ്ണമായിട്ടും ആത്മീയ നിലവാരത്തിൽ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒന്നും ഉപേക്ഷിച്ചു പോയില്ല.
ഉള്ള സാഹചര്യത്തിൽ ഭഗവാന്റെ ഭക്തി പൂർണ്ണമായിട്ടും അദ്ദേഹം ചെയ്തു എന്ന് പറയും. അതിനുശേഷം ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പുത്രന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ആ പുത്രന്മാരുടെ സ്വഭാവ സവിശേഷതകൾ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. മിതമാത ജപിച്ചു. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ